പ്രേക്ഷകർക്ക് വാർത്താസന്ധിയിലേക്ക് സ്വാഗതം. ഞാൻ ബി ദിലീപ് കുമാർ. ഇടതു കോട്ടകൾ തകർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF തരംഗം. ത്രിതല പഞ്ചായത്തുകളിലും കോർപ്പറേഷൻ നഗരസഭകളിലും മുന്നേറിയ UDF ചരിത്ര വിജയം നേടി. ഇതുവരെ കൈവിടാത്ത തിരുവനന്തപുരം, കൊല്ലം കോർപ്പറേഷൻ ഉൾപ്പെടെ നഷ്ടപ്പെട്ട LDF വൻ തിരിച്ചടി നേരിട്ടു. തലസ്ഥാന നഗരത്തെ കോർപ്പറേഷൻ പിടിച്ചും കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകളിൽ വിജയിച്ചും BJP കുതിപ്പ് നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം വിജയം ലക്ഷ്യമിടുന്ന LDF-ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടിപതറി. പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ പോലുമുള്ള UDF മുന്നേറ്റത്തിൽ ഇടതു കേന്ദ്രങ്ങൾ ഞെട്ടിത്തരിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്ത BJP കേരള രാഷ്ട്രീയത്തിൽ പുതുയുഗത്തിന് തുടക്കമിട്ടു. ൽ 500-ലേറെ ഗ്രാമപഞ്ചായത്തുകളിൽ UDF-ന് ജയം. 200-ഓളം പഞ്ചായത്തുകൾ LDF-നെ കൈവിട്ടു. 25-ഓളം പഞ്ചായത്തുകളിൽ BJP-ക്കാണ് മേൽക്കൈ. എറണാകുളത്തെ കിഴക്കമ്പലം, ഐകരനാട് പഞ്ചായത്തുകൾ ജയിച്ചപ്പോൾ കുന്നത്തുനാടും മഴുവന്നൂരും 2020-ക്ക് നഷ്ടമായി. തിരുവാണിയൂർ പഞ്ചായത്ത് LDF-ൽ നിന്ന് 2020 പിടിച്ചെടുത്തു. 152-ൽ 80-ഓളം ബ്ലോക്ക് പഞ്ചായത്തുകൾ UDF-ന്. LDF-ന് 50-ലേറെ ബ്ലോക്ക് പഞ്ചായത്തുകൾ നഷ്ടമായി. 86-ൽ 50-ന് മുകളിൽ മുനിസിപ്പാലിറ്റികളിൽ UDF, കോർപ്പറേഷനുകളിലും LDF-ന് കനത്ത നഷ്ടം. ഇതുവരെ വിജയിച്ചിരുന്ന തിരുവനന്തപുരം, കൊല്ലം കോർപ്പറേഷനുകൾ LDF-നെ കൈവിട്ടു. അഭിമാന പോരാട്ടത്തിന് വേദിയായ തലസ്ഥാന നഗരത്തിൽ ഇനി BJP-യുടെ മേയർ. ഇവിടെ UDF നിലമെച്ചപ്പെടുത്തിയപ്പോൾ LDF-ന്റെ ഉറച്ച സീറ്റുകൾ ഉൾപ്പെടെ അട്ടിമറി. കൊല്ലം കോർപ്പറേഷനിൽ UDF-ന് അപ്രതീക്ഷിത ജയം. UDF തേരോട്ടത്തിൽ കൊല്ലത്തെ ഇടതുകോട്ട തകർന്നടിഞ്ഞു. തൃശൂർ, കൊച്ചി കോർപ്പറേഷനുകളിൽ UDF-ന്റെ മിന്നും വിജയം. കണ്ണൂർ UDF നിലനിർത്തി. കോഴിക്കോട് കോർപ്പറേഷനിൽ വലിയ ഒറ്റക്കക്ഷിയാണെങ്കിലും കേവല ഭൂരിപക്ഷം നേടാൻ LDF-നായില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഉണ്ടായ മുന്നേറ്റം UDF-ന് വലിയ ആത്മവിശ്വാസമാണ്. തിരുവനന്തപുരം നഗരത്തിലുൾപ്പെടെ BJP-ക്കും പ്രതീക്ഷകളേറെ. എന്നാൽ തുടർഭരണം ലക്ഷ്യമിടുന്ന LDF-നാകട്ടെ മറികടക്കാൻ കടമ്പകളേറെയുണ്ട്. ഷഫീദ് റൗത്തർ, 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ പ്രതീക്ഷകളെയും കടത്തിവെട്ടുന്ന വിജയമാണ് UDF നേടിയത്. സംസ്ഥാനമൊട്ടാകെ വീശിയടിച്ച അനുകൂല തരംഗത്തിൽ ഇടത് ശക്തിദുർഗങ്ങൾ വരെ തകർന്നു വീഴുന്ന അഭിമാനകരമായ ജയമാണ് UDF കൈവരിച്ചത്. 2 തവണത്തെ തോൽവികൾ പഴങ്കഥയാക്കി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ UDF-ന് ആത്മവിശ്വാസം പകരുന്നതാണ് ഇപ്പോഴത്തെ മിന്നുന്ന ജയം. 10 കൊല്ലമായി സംസ്ഥാന ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുന്ന മുന്നണി എന്ന നിലയിലുള്ള എല്ലാ പരിമിതികളോടും ദൗർബല്യങ്ങളോടും കൂടിയാണ് UDF തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാനിറങ്ങിയത്. മുന്നണിയിലെ നേതാക്കൾ തമ്മിൽ തർക്കമാണെന്നും കരുത്തനായ പിണറായി വിജയന്റെ തന്ത്രങ്ങളുടെ മികവിൽ LDF വിജയിക്കൂ എന്ന നറേറ്റീവും UDF-ന് മുന്നിൽ വലിയ പ്രതിബന്ധമായിരുന്നു. എന്നാൽ ഈ പ്രതികൂല ഘടകങ്ങളെല്ലാം ജനപിന്തുണയുടെ കരുത്തിൽ UDF തൂത്തെറിഞ്ഞു. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും മനസ്സിൽ വെച്ച് വോട്ട് ചെയ്ത ജനങ്ങൾ UDF-ലാണ് വിശ്വാസം അർപ്പിച്ചത്. അസംഘടിതരായ ജനം സംഘടിച്ച് UDF-ന് പിന്നിൽ അണിനിരക്കുന്ന അഭൂതപൂർവമായ കാഴ്ച. അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ തിളക്കം. ഈ വിജയത്തിന് കാരണം ടീം UDF ആണ്. ഒരുമിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. ടീം UDF-ലെ എല്ലാ ഘടകകക്ഷികളും ചേർന്ന് ഒറ്റ പാർട്ടിയെ പോലെയാണ് ഞങ്ങളെല്ലാവരും നിന്നത്. ഇത് ഇന്നൊരു വലിയ, കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ടീം UDF എന്നാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അതാണ് ഇനി വരാനിരിക്കുന്ന കാലത്തിൻ്റെ മാറ്റം. ജനം എതിരായാൽ അധികാരധാർഷ്ട്യത്തിന്റെ പ്രതിരൂപമായി നിലകൊള്ളുന്ന ഏത് പൊന്നാപുരം കോട്ടയും ഇളകുമെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കൊല്ലം കോർപ്പറേഷനിൽ UDF നേടിയ അട്ടിമറി വിജയം. 4 കോർപ്പറേഷനുകളിൽ അധികാരം പിടിച്ച UDF-ന് കോഴിക്കോട് കൈവിട്ടു പോയത് നേരിയ മാർജിനിലാണ്. ജില്ലാ പഞ്ചായത്തുകളിൽ പകുതിയും നേടാനായതും UDF വിജയത്തിന്റെ ആധികാരികത വെളിവാക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന വലിയ ലക്ഷ്യം അപ്രാപ്യമല്ലെന്ന സന്ദേശം നൽകുന്ന വിജയമാണ് കേരളം UDF-ന് സമ്മാനിച്ചിരിക്കുന്നത്. സാമുദായിക സമവാക്യങ്ങളും UDF-ന് അനുകൂലമായി വന്നിരിക്കുന്നുവെന്നതും ജനവിധിയിൽ വ്യക്തമാണ്. വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ അഹങ്കരിക്കുകയോ ചെയ്യാതെ മുന്നണി നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ നിയമസഭാ വിജയം കയ്യെത്തിപ്പിടിക്കാം. കാരണം അധികാര ദുഷ്പ്രഭുത്വത്തിനും ധാർഷ്ട്യത്തിനുമെതിരായ വിധിയെഴുത്തുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം.
LDFിന്റെ തിരിച്ചടിക്കും UDFിന്റെ വിജയത്തിനും വഴിയൊരുക്കിയ കാരണങ്ങൾ നിരവധിയാണ്. CPIMന്റെ തന്ത്രം പാളിയപ്പോൾ UDFിനും BJPക്കും നേട്ടമായി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടിതെറ്റിയത് LDFിന് കനത്ത ആഘാതമാണ്. തുടർഭരണം നൽകിയ ജനവിധിയുടെ മായാലോകത്ത് നിന്ന് ഇടതു നേതാക്കൾ താഴെ ഇറങ്ങിയിരുന്നില്ല. മൂന്നാമൂഴത്തിന്റെ സ്വപ്ന ലോകത്തായിരുന്നു നേതാക്കളും പ്രവർത്തകരും. ഇതിനിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് UDF തൂത്തുവാരി. പിന്നീട് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ചേലക്കര ഒഴികെ 5 എണ്ണം നിലനിർത്തിയതും നിലമ്പൂർ പിടിച്ചെടുത്തതും UDF ആണ്. ജയപരാജയങ്ങൾ നേരിടുമ്പോഴൊക്കെ പാഠം പഠിക്കുമെന്നും തിരുത്തൽ വരുത്തുമെന്നും CPIM ആവർത്തിക്കും. ഒന്നും സംഭവിക്കില്ല. മുൻപ് ഇടതുമുന്നണിയുടെ ശക്തി ന്യൂനപക്ഷ വോട്ടുകളും ഉറച്ച ഈഴവ പിന്നോക്ക ദളിത് വോട്ടുകളുമായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ CPIM കൈയൊഴിഞ്ഞു. UDF ജമാഅത്ത് ഇസ്ലാമി സഖ്യത്തെ വിമർശിക്കൽ പതിവായി. ന്യൂനപക്ഷ വിമർശനം പതിവായി നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ ഔദ്യോഗിക കാറിലിരുത്തി മുഖ്യമന്ത്രി യാത്ര ചെയ്തതിന്റെ സന്ദേശം മറ്റൊന്നായിരുന്നില്ല. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ NSSനെയും ഒപ്പം നിർത്തി ഹൈന്ദവ വോട്ടുകൾ ലക്ഷ്യമിട്ടെങ്കിലും ശബരിമല സ്വർണ്ണപ്പാളി വിവാദം തിരിച്ചടിയായി. ന്യൂനപക്ഷ വോട്ടുകൾ അകലുകയും ചെയ്തു. സ്വർണ്ണപ്പാളി വിവാദത്തിലൂടെ ഹൈന്ദവ വോട്ടുകൾ UDF പക്ഷത്തേക്ക് മാറുകയും ചെയ്തു. ഐസ്ക്രീം പാർലർ പെൺവാണിഭം സരിതാ നായർ വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിൽ LDF ഉപയോഗിച്ചതാണ് മുൻ ചരിത്രം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാതെ വൈകിക്കാൻ ശ്രമിച്ചത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ വിഷയം സജീവമാക്കി നിർത്താനായിരുന്നുവെന്ന ആരോപണം ഇത്തവണയുണ്ടായിരുന്നു. രാഹുലിനെ പുറത്താക്കി കോൺഗ്രസ് CPIM നീക്കത്തിന് തടയിട്ടു. ക്ഷേമ പെൻഷൻ വർധന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പ്രഖ്യാപിക്കുന്നത് പലരും സംശയത്തോടെയാണ് കണ്ടത്. വാർഡ് വിഭജനമൊക്കെ CPIM കണക്ക് കൂട്ടിയതുപോലെ തന്നെയാണ് നടന്നതെങ്കിലും ജനത്തിന്റെ കണക്കുകൂട്ടൽ മറ്റൊന്നായിരുന്നു. അവർ CPIMനും ഇടതുമുന്നണിക്കും കണക്കിന് നൽകി. പൊളിറ്റിക്കൽ ഡെസ്ക് 24. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFിന് പ്രതീക്ഷിച്ച ഫലമല്ല ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാരണങ്ങൾ വിശദമായി പരിശോധിക്കുമെന്നും തിരുത്തി മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ് റാവുത്തർ, CPIMനെ സംബന്ധിച്ച്, മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കനത്ത ആഘാതമാണ് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം എന്ന കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രി ഇപ്പോൾ പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. LDF പ്രതീക്ഷിച്ച ഫലമല്ല ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്തൊക്കെയാണ് ഈ പ്രസ്താവനയിൽ പറയുന്ന കൂടുതൽ കാര്യങ്ങൾ? വിജയകുമാർ, ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ, അതായത് ഇന്നത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സ്വാഭാവികമായും CPIMനും ഇടതുമുന്നണിക്കും ഉണ്ടായ തിരിച്ചടി ചെറുതല്ല. മാത്രമല്ല, ഇക്കാര്യത്തിൽ സർക്കാരിന് വലിയ തരത്തിൽ പഴി കേൾക്കേണ്ടി വരുന്ന സാഹചര്യവുമുണ്ട്. പല കാര്യങ്ങളിൽ സർക്കാരിന് പഴി കേൾക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച ഫലമല്ല ഉണ്ടായത്. സംസ്ഥാനത്താകെ മികച്ച വിജയം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ആ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ കാരണങ്ങൾ വിശദമായി പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അതേസമയം തിരുവനന്തപുരത്തെ BJPയുടെ വിജയത്തെ അടക്കം മറ്റൊരു കണ്ണിൽ കൂടി മുഖ്യമന്ത്രി കാണുന്നുമുണ്ട്. തലസ്ഥാന നഗരത്തിൽ NDAക്ക് മേൽക്കൈ നേടാനായതും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വർഗീയതയുടെ സ്വാധീനമുണ്ടായതും മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നവരെ ആശങ്കപ്പെടുത്തുന്നതാണ്. വർഗീയ ശക്തികളുടെ ദുഷ്പ്രചാരണങ്ങളിലും കുടിലതന്ത്രങ്ങളിലും ജനങ്ങൾ അകപ്പെട്ടു പോകാതിരിക്കാനുള്ള ജാഗ്രത ഇനിയും ശക്തമാക്കേണ്ടതുണ്ട് എന്ന മുന്നറിയിപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നതെന്നും എല്ലാതരം വർഗീയതയ്ക്കുമെതിരായ പോരാട്ടം കൂടുതൽ ശക്തമായി തുടരേണ്ടതിന്റെ ആവശ്യകതയും ഈ തെരഞ്ഞെടുപ്പ് ഫലം അടിവരയിടുന്നുണ്ട് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി വിശദീകരിക്കുന്ന ഒരു കാരണമായി അല്ലെങ്കിൽ ഒരു ന്യായമായി വിശദീകരിക്കുന്ന. അതേസമയം ഇടതുമുന്നണി ഇക്കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ശക്തമായി തിരിച്ചു വരും എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഏതായാലും സർക്കാരിന് എളുപ്പത്തിൽ ഈ തോൽവിയിൽ, തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ന്യായീകരിച്ച് രക്ഷപ്പെടാൻ കഴിയില്ല. അതിന്റെ ഒരു സൂചന കൂടിയ ന്യായീകരിക്കാനുള്ളതിന്റെ ഒരു പാടുകൂടി മുഖ്യമന്ത്രിയുടെ ഈ വാർത്താക്കുറിപ്പിൽ നമുക്ക് കാണാൻ കഴിയും. ദിലീപ് കുമാർ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFിന് പ്രതീക്ഷിച്ച ഫലമല്ല ഉണ്ടായതെന്നും കാരണങ്ങൾ വിശദമായി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവനയിൽ പറഞ്ഞു. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ. UDF തരംഗത്തിലും തിരുവനന്തപുരം നഗരഭരണം ഉൾപ്പെടെ പിടിച്ച് BJP സംസ്ഥാനത്തെ സാന്നിധ്യം ശക്തമാക്കി. 2 മുനിസിപ്പാലിറ്റികളിലും 26 ഗ്രാമപഞ്ചായത്തുകളിലും അധികാരം പിടിച്ച BJP മുന്നണിക്ക് ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും പ്രതിനിധികളുണ്ട്. വിജയത്തിളക്കത്തിനിടയിലും പന്തളം മുനിസിപ്പാലിറ്റി ഭരണം കൈവിട്ടത് BJPക്ക് തിരിച്ചടിയായി. തിരുവനന്തപുരം നഗരസഭയിലെ വോട്ടെടുപ്പ് നടന്ന 100 വാർഡുകളിൽ 50 സീറ്റ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഭരണം നിലനിർത്തി. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തു. 26 ഗ്രാമപഞ്ചായത്തുകൾ അധികാരം. മലപ്പുറം ഒഴികെയുള്ള ജില്ലകളിലെ മിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലും പ്രാതിനിധ്യം. ഇതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക അവലോകനത്തിൽ തെളിയുന്ന BJPയുടെ നേട്ടം.
രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ബി ജെ പിയുടെ ഈ നേട്ടം ചെറുതാണെങ്കിലും കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്കിടയിൽ കിടന്ന് ഞെരുങ്ങിയിരുന്ന ബി ജെ പി അതിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. രാഷ്ട്രീയ കേരളത്തിന്റെ ചിത്രത്തിൽ ബി ജെ പി തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ചുവെന്ന് വിളിച്ചു പറയുന്നതാണ് ഈ വിജയം. നിർണായക ശക്തിയായി വളരുന്ന പാർട്ടി എന്ന പ്രതിച്ഛായയിലേക്ക് ബി ജെ പി കേരളത്തിൽ മാറുകയാണ്. സംസ്ഥാന വ്യാപകമായി ആഞ്ഞടിച്ച ഭരണവിരുദ്ധ വികാരത്തിന്റെ ഓഹരി തങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിക്കും കിട്ടി. ഇടത് വലത് മുന്നണികളെ മാത്രം പരീക്ഷിച്ചിരുന്ന കേരളത്തിലെ വോട്ടർമാർക്ക് ബി ജെ പിയോടുള്ള തൊട്ടുകൂടായ്മ പതിയെ ഇല്ലാതാവുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നത്. മാറ്റത്തിന് വോട്ട് എന്ന ബി ജെ പിയുടെ മുദ്രാവാക്യം കേരളത്തിൽ ചലനമുണ്ടാക്കുന്നു എന്നതും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് വായിച്ചെടുക്കാം. ആത്മഹത്യാ വിവാദവും സീറ്റ് തർക്കങ്ങളും മറികടന്നാണ് ബി ജെ പി മുന്നണി തിരുവനന്തപുരം നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത്. പ്രതികൂലമാകുമെന്ന് കരുതപ്പെട്ടിരുന്ന പ്രശ്നങ്ങളെ മറികടന്ന് ബി ജെ പി മുന്നോട്ട് വന്നത് കേരള രാഷ്ട്രീയത്തിലെ മാറ്റത്തിന്റെ സൂചന കൂടിയാണ്. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. വാർത്താസന്ധ്യ തുടരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റേത് മികച്ച പ്രകടനം. വെൽഫെയർ പാർട്ടിയുമായുള്ള തെരഞ്ഞെടുപ്പ് ധാരണ സംസ്ഥാന വ്യാപകമായി CPIM പ്രചരണായുധമാക്കിയെങ്കിലും ലീഗിന്റെ അടിത്തറ ഭദ്രമാണെന്ന് തെളിയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് വിജയം. മലബാർ മേഖലയിൽ ലീഗിനുള്ള ആധിപത്യത്തിന് ഒട്ടും കുറവില്ലെന്ന് തെളിയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ പ്രകടനം. മേഖലയിലെ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ജില്ലാ പഞ്ചായത്തിലും മുസ്ലിം ലീഗിന്റെ ശക്തമായ പടയോട്ടമാണ് കണ്ടത്. UDF വെൽഫെയർ പാർട്ടി സഹകരണം വർഗീയ കൂട്ടുകെട്ടാണെന്ന ആരോപണവുമായി മലപ്പുറത്ത് മുസ്ലിം ലീഗിനെതിരെയായിരുന്നു ഇടതുപക്ഷത്തിന്റെ പ്രധാന പ്രചരണം. മുസ്ലിം സംഘടനകളെ UDFിൽ നിന്ന് അകറ്റുക എന്നതായിരുന്നു ഈ നീക്കത്തിന്റെ ലക്ഷ്യം. പക്ഷേ ആ ശ്രമങ്ങൾ വോട്ടായി മാറിയില്ല. സമസ്ത EKAP വിഭാഗങ്ങൾ പിന്തുണ പരസ്യമാക്കിയില്ലെങ്കിലും ആ വോട്ടുകളും ഒപ്പം നിർത്താനായി. കൂടാതെ വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകൾ കൂടി ചേർന്നതോടെ UDFിന്റെ അടിത്തറ കൂടുതൽ ഭദ്രമായി. സമസ്തയിലെ ഭിന്നത താഴെത്തട്ടിൽ പ്രതിഫലിക്കുമെന്ന ഇടതുപക്ഷ വിലയിരുത്തലുകൾ പൂർണ്ണമായും തെറ്റിപ്പോയി. നിലമ്പൂർ ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ PV അൻവറുമായി സഹകരിച്ചുള്ള മുസ്ലിം ലീഗ് സ്വീകരിച്ച പ്രാദേശിക രാഷ്ട്രീയ നീക്കങ്ങളും വിജയത്തിന് വഴിയൊരുക്കി. ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു സീറ്റ് പോലും നഷ്ടപ്പെടാതെ മുസ്ലിം ലീഗ് മുന്നേറി. നിലമ്പൂർ നഗരസഭയിൽ UDF ഭരണം തിരിച്ചുപിടിച്ചു. പതിറ്റാണ്ടുകൾക്ക് ശേഷം പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയും UDFിന്റെ കൈകളിലേക്കെത്തി. വെൽഫെയർ ബന്ധമുയർത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ മലപ്പുറം മറുപടി പറഞ്ഞത് വോട്ടിലൂടെയാണ്. മുസ്ലിം ലീഗ് അടിത്തറ ഇന്നും ഉറപ്പുള്ളതാണെന്ന് ഈ ഫലം വീണ്ടും തെളിയിക്കുന്നു. സമീർ ബിൻ കരീം, 24 തിരൂർ. കൊല്ലം കോർപ്പറേഷനിലെ 4 നൂറ്റാണ്ടുകാലത്തെ ഇടതുഭരണത്തിന് അന്ത്യം. കേവല ഭൂരിപക്ഷം ആർക്കും നേടാനായില്ല. UDF ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഇരട്ടി സീറ്റുകളിൽ ജയിക്കാനായത് BJPക്ക് നേട്ടമായി. കൊല്ലം കോർപ്പറേഷനിൽ മുൻ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് UDF തേരോട്ടം. കേവല ഭൂരിപക്ഷം നേടാനായില്ലെങ്കിലും LDFിന്റെ ഉരുക്കുകോട്ടയായി കണക്കാക്കപ്പെട്ടിരുന്ന കൊല്ലം കോർപ്പറേഷനിൽ 4 നൂറ്റാണ്ടിന് ശേഷം UDF ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. സമീപകാല ചരിത്രത്തിൽ ഒരിക്കലും കൊല്ലം കോർപ്പറേഷനിൽ ഇത്രയും വലിയ മുന്നേറ്റം UDF നേടിയിട്ടില്ല. മേയർ ഹണി ബെഞ്ചമിൻ, മുൻ മേയർ രാജേന്ദ്രബാബു, മുൻ ഡെപ്യൂട്ടി മേയർ വിജയ ഫ്രാൻസിസ്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VK അനിരുദ്ധൻ എന്നിവരുടെ പരാജയങ്ങളും ഇടതു കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു. സംസ്ഥാനത്ത് മുമ്പ് ശക്തമായ UDF തരംഗത്തിൽ പോലും ഇളകാതിരുന്ന കൊല്ലം കോർപ്പറേഷനിലെ കനത്ത തോൽവി LDFിന് കനത്ത ആഘാതമാണ് സമ്മാനിച്ചത്. കോൺഗ്രസ് 22 ഇടങ്ങളിലും RSP 3 ഇടങ്ങളിലും മുസ്ലിം ലീഗ് 2 ഇടങ്ങളിലും വിജയിച്ചു. കഴിഞ്ഞ തവണ 38 സീറ്റിൽ വിജയിച്ച LDF 16 സീറ്റിലേക്ക് ഒതുങ്ങി. CPM 13 CPI 3 ഇടങ്ങളിലുമാണ് ജയിച്ചത്. 6 സീറ്റിൽ നിന്നാണ് 12 സീറ്റിലേക്കുള്ള BJPയുടെ കുതിച്ചുചാട്ടം. BJP പിടിച്ചെടുത്ത സീറ്റുകളിൽ UDFിന്റെയും LDFിന്റെയും ശക്തി കേന്ദ്രങ്ങളും ഉൾപ്പെടുന്നു. ഒരിടത്ത് SDPയും വിജയിച്ചു. 24 കൊല്ലം. LDFിനെ തൂത്തെറിഞ്ഞാണ് എറണാകുളം ജില്ലയിൽ UDF തേരോട്ടം നടത്തിയത്. 13 നഗരസഭകളിൽ 12ഉം UDFിനൊപ്പം നിന്നു. ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും UDF ഏകപക്ഷീയമായ ജയം സ്വന്തമാക്കി. മധ്യകേരളത്തിന്റെ തിലകക്കുറിയായ കൊച്ചിയിൽ UDFിന്റെ സർവാധിപത്യം. 13 നഗരസഭകളിൽ കയ്യിലുണ്ടായിരുന്ന കോതമംഗലവും തൃപ്പൂണിത്തുറയും ഏലൂരുമടക്കം LDFിനെ കൈവിട്ടു. 12ലും UDF വിജയം. തൃപ്പൂണിത്തുറ ചരിത്രത്തിലാദ്യമായി BJPക്ക്. കോതമംഗലത്ത് 33 സീറ്റിൽ 22ഉം UDF നേടി. 22 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 25ഉം UDFിന്.
UDF സ്ഥാനാർത്ഥി ഇല്ലാതിരുന്ന കടമക്കുടി ഡിവിഷനിൽ LDF മുന്നിലെത്തി. ജില്ലാ പഞ്ചായത്ത് തുറവൂർ ഡിവിഷനിൽ മത്സരിച്ച KPCC വക്താവ് ജിൻഡോ ജോൺ 10,000-ലധികം വോട്ടുകൾക്കാണ് വിജയിച്ചത്. 14 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 12ഇടത്തും UDF വിജയിച്ചു കയറി. വാഴക്കുളം ബ്ലോക്ക് എടത്തല ഡിവിഷനിൽ മത്സരിച്ച KSU നേതാവ് മിവ ജോളി മിന്നും വിജയം നേടി. വൈപ്പിൻ LDF-നൊപ്പം നിന്നു. 82 പഞ്ചായത്തുകളിൽ ഭൂരിഭാഗവും UDF-നെ തുണച്ചു. കാലടി 19-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി 1 വോട്ടിന് ജയിച്ചു. UDF റീകൗണ്ടിംഗ് ആവശ്യപ്പെട്ടു. കൂത്താട്ടുകുളത്ത് LDF സ്ഥാനാർത്ഥി മായാവി തോറ്റു. പെരുമ്പാവൂർ വേങ്ങൂർ പഞ്ചായത്ത് ഭരണം ഇടതുപക്ഷത്തിൽ നിന്ന് UDF പിടിച്ചെടുത്തു. മുനമ്പം ഭൂസമരം നടന്ന പള്ളിപ്പുറം പഞ്ചായത്തിലെ 1-ാം വാർഡ് BJP പിടിച്ചെടുത്തു. പഞ്ചായത്ത് LDF നിലനിർത്തി. 24 കൊച്ചി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ജനവിധിയുടെ കൂടുതൽ വിശേഷങ്ങൾ കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. കോഴിക്കോട് കോർപ്പറേഷനിൽ ചരിത്രത്തിലാദ്യമായി കേവല ഭൂരിപക്ഷമില്ലാതെ LDF. KPCC ജനറൽ സെക്രട്ടറി PM നിയാസിന്റെ പരാജയമൊഴിച്ചാൽ നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF. അതേസമയം UDF-ന്റെയും LDF-ന്റെയും സിറ്റിംഗ് സീറ്റിൽ ഉൾപ്പെടെ കടന്നുകയറിയായിരുന്നു BJP-യുടെ തേരോട്ടം. വൻ പരാജയത്തിനിടയിലും കോഴിക്കോട് കോർപ്പറേഷൻ നിലനിർത്താൻ LDF-നായി. UDF-മായി 7 സീറ്റിന്റെ അന്തരം. കഴിഞ്ഞ തവണ UDF-ന് 18 ഡിവിഷനുകൾ ലഭിച്ചപ്പോൾ ഇത്തവണ അത് 28 ഡിവിഷനായി വർദ്ധിപ്പിച്ചു. ഒന്നാമതാവാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ നേട്ടം UDF-ന് ആത്മവിശ്വാസം നൽകുന്നതാണ്. പക്ഷേ അപ്പോഴും സിറ്റിംഗ് സീറ്റുകളിൽ ചിലത് നഷ്ടപ്പെട്ടു. മേയർ സ്ഥാനാർത്ഥിയായിരുന്ന KPCC ജനറൽ സെക്രട്ടറി PM നിയാസിന്റെ പരാജയം UDF-ന് തിരിച്ചടിയാണ്. ഞങ്ങളുടെ മേയർ സ്ഥാനാർത്ഥിയ PM നിയാസിന്റെ അപ്രതീക്ഷിതമായ തോൽവി, ആ തോൽവി പാർട്ടി ഗൗരവമായി എടുക്കുന്നുണ്ട്. ആ തോൽവിയെക്കുറിച്ച് ഒരു ഉന്നത നേതാവിൻ്റെ സാന്നിധ്യത്തിൽ
അന്വേഷണം നടത്തി വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടിയുണ്ടാവും. LDFിന്റെ മേയർ സ്ഥാനാർത്ഥി CP മുസാഫിർ അഹമ്മദിനെ പരാജയപ്പെടുത്തിയുള്ള SK അബൂബക്കറിന്റെ വിജയം ഗുണം ചെയ്തെന്നാണ് വിലയിരുത്തൽ. അതേസമയം മേയർ ബീന ഫിലിപ്പിന്റെ വാർഡ് പിടിച്ചെടുത്തുകൊണ്ടായിരുന്നു NDAയുടെ കുതിപ്പ്. UDFിന്റെയും LDFിന്റെയും സിറ്റിംഗ് സീറ്റുകൾ കൈയടക്കിയുള്ള വിജയം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആവേശം നൽകുന്നതാണ്. കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇരട്ടിയിലധികം സീറ്റിൻ്റെ പിന്തുണ ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ മുന്നേറ്റം നിരവധി വാർഡുകളിൽ, ഭൂരിപക്ഷം വാർഡുകളിലും BJP NDA രണ്ടാം സ്ഥാനത്തും വന്നിരിക്കുകയാണ്. LDFിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരം ഇവിടെയും പ്രകടമായിരുന്നു. 76 ഡിവിഷനുകളാണ് കോഴിക്കോട് കോർപ്പറേഷനിലുള്ളത്. ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെ LDF 35, 2 സ്വതന്ത്രരുടെ പിന്തുണയോടെ UDF 28, NDA 13 എന്നിങ്ങനെയാണ് കക്ഷിനില. 24 കോഴിക്കോട്. ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ NDA പിടിച്ചെടുത്തു. 9 സീറ്റ് അധികം നേടി UDF നില മെച്ചപ്പെടുത്തിയപ്പോൾ LDF തകർന്നടിഞ്ഞു. CPIMനെതിരായ ഭരണവിരുദ്ധ വികാര വോട്ടുകളാണ് BJPക്ക് നേട്ടമായതെന്ന് കോൺഗ്രസ് നേതാവ് KS ശബരിനാഥൻ പ്രതികരിച്ചു. BJP കോൺഗ്രസ് കൂട്ടുകെട്ടെന്നായിരുന്നു CPIMന്റെ ആരോപണം. അമ്പെ തകർന്നടിഞ്ഞ ഇടതുമുന്നണിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കണ്ടത്. 34 സീറ്റിൽ നിന്നും BJP അധികാരത്തിലെത്തിയത് 50 സീറ്റുകൾ നേടി. കോൺഗ്രസിന്റെ സീറ്റുകൾ പിടിച്ചിട്ടുണ്ടെങ്കിലും കനത്ത നഷ്ടമുണ്ടായത് CPIMന്. ആറ്റുകാൽ, എടവക്കോട്, കടകംപള്ളി, കമലേശ്വരം ഉൾപ്പെടെ CPM കോട്ടകൾ പോലും BJP പിടിച്ചെടുത്തു. 51 സീറ്റിൽ കഴിഞ്ഞ തവണ അധികാരത്തിലെത്തിയ LDFന് 29 സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നു. 29 സീറ്റുകളാണ് CPMന് നഷ്ടമായത്. കോർപ്പറേഷനിലെ ആദ്യ വാർഡിലെ ഫലം തന്നെ CPMന്റെ നെഞ്ചിൽ തീ കോരിയിട്ടു. CPMന്റെ ഉറച്ച കോട്ടയായ മുട്ടട വോട്ടർ പട്ടിക വിവാദത്തോടെ ശ്രദ്ധ നേടിയ കോൺഗ്രസിന്റെ യുവമുഖം വൈഷ്ണ സുരേഷ് പിടിച്ചെടുത്തു. കവടിയാറിൽ KS ശബരിനാഥനും കുന്നുകുഴിയിൽ മേരി പുഷ്പവും UDFനായി വിജയം കുറിച്ചു. എല്ലായിടത്തും UDFന് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ടും റെസ്പോൺസും വരുന്നത് തീർച്ചയായിട്ടും ജനങ്ങളുടെ മനസ്സിൽ UDF ഉണ്ടെന്നുള്ളതാണ്. തകർന്നടിഞ്ഞ LDFന് ആശ്വാസമായത് മേയർ കാൻഡിഡേറ്റ് സാധ്യതാ പട്ടികയിലുണ്ടായിരുന്ന SP ദീപകിന്റെ പേട്ടയിലെ വിജയവും പുന്നയ്ക്കാമുകളിലെ RP ശിവജിയുടെ വിജയവുമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഞങ്ങൾക്ക് സീറ്റ് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. ഞങ്ങൾ അതിൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ള ഒരു വിശകലനം നടന്നില്ല. പക്ഷേ എങ്കിലും കിട്ടിയ വിവരങ്ങൾ വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 1 ഡസനിലധികം വാർഡുകളിൽ ഞങ്ങൾ 100-ൽ താഴെ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. എന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയായിരുന്നു BJPയുടെ പല വിജയങ്ങളും. നേമത്തും കഴക്കൂട്ടത്തും BJP ശക്തി കാട്ടി. കൊടുങ്ങാനൂരിൽ VV രാജേഷും ശാസ്തമംഗലത്ത് R ശ്രീലേഖയും നേമത്ത് MR ഗോപനും അമ്പലത്തറയിൽ സിമി ജ്യോതിഷും ആധികാരിക വിജയം നേടി. അരപ്പതിറ്റാണ്ടിൽ കൂടുതലായി ഒരു സ്വപ്നം മനസ്സിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ദേശീയ പ്രസ്ഥാനങ്ങളുടെ BJP ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരുടെ ത്യാഗോജ്വലമായ ജീവിതം, ആ ജീവിതം അർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ലഭിച്ച വിജയമാണ്. തിരുവനന്തപുരത്തെയും കേരളത്തെയും ദേശീയ പ്രസ്ഥാനങ്ങളെ BJPയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും വിജയമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. R ശ്രീലേഖ, VV രാജേഷ് എന്നിവരാണ് മേയർ പട്ടികയിലുള്ള പേരെങ്കിലും മറ്റു പേരുകളും സംസ്ഥാന നേതൃത്വത്തിന്റെ ചർച്ചയിലുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പൗണ്ടുകടവിൽ മത്സരിച്ച സുധീഷ് കുമാറും കണ്ണമ്മൂലയിൽ മത്സരിച്ച പാറ്റൂർ രാധാകൃഷ്ണന്റെ വിജയവും കോർപ്പറേഷനിൽ നിർണായകമാണ്. 24 തിരുവനന്തപുരം. കണ്ണൂർ കോർപ്പറേഷൻ കൂടുതൽ തിളക്കത്തോടെ നിലനിർത്തി UDF. 55 ഡിവിഷനുകളിൽ 36ലും ജയിച്ചാണ് കണ്ണൂർ കോട്ട UDF കൂടുതൽ ഭദ്രമാക്കിയത്. LDF 15 ഡിവിഷനുകളിൽ ഒതുങ്ങിയപ്പോൾ 4 ഡിവിഷനുകൾ നേടി BJP കരുത്തുകാട്ടി. UDFന് വിമതശല്യമുണ്ടായിരുന്ന LDF സിറ്റിംഗ് സീറ്റായ ആദികടലായിൽ നിന്ന് KPCC അംഗം റിജിൽ മാക്കുറ്റി ജയിച്ചു കയറിയത് 720 വോട്ടിന്. കോർപ്പറേഷന്റെ ട്രെൻഡ് അതോടെ വ്യക്തമായി. UDF മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന മുൻ ഡെപ്യൂട്ടി മേയർ P ഇന്ദിരയും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തെത്താൻ സാധ്യതയുള്ള KP താഹിറും കടുത്ത മത്സരം നേരിട്ട് വിമതരെ ഉൾപ്പെടെ വീഴ്ത്തിയതോടെ കോർപ്പറേഷൻ UDF ഉറപ്പിച്ചു. കോട്ടാളി, എളയാവൂർ നോർത്ത്, എടച്ചൊവ്വ, അതിരകം, കുറുവ, താളികാവ്, ആദികടലായി ഡിവിഷനുകൾ LDFിൽ നിന്ന് UDF പിടിച്ചെടുത്തു. നഷ്ടപ്പെട്ട ഡിവിഷനുകൾ ഒഴിവാക്കിയാൽ കഴിഞ്ഞ തവണ നേടിയ 34 ഡിവിഷനുകൾ എന്ന നേട്ടം മറികടന്ന് 36-ലെത്തിച്ച് UDF തങ്ങളുടെ കോട്ട കാത്തു. 20 വർഷക്കാലമായി ഈ ഡിവിഷനും അതോടൊപ്പം വാർഡും LDFിൻ്റെ കുത്തകയായിരുന്നു.
350 വോട്ടിന് ജയിച്ച ആ ഡിവിഷനിൽ ഇത്തവണ 700-ൽ പരം വോട്ടിനാണ് അവിടുത്തെ മതനിരപേക്ഷ ജനത എന്നെ വിജയിപ്പിച്ചത്. ആദികടലായിലെ ആ മതേതര ജനത നൽകിയ ആ പിന്തുണ എപ്പോഴും മനസ്സിൻ്റെ അകത്തളത്തിലുണ്ടാവും. കനത്ത തിരിച്ചടിയാണ് LDFന് കണ്ണൂരിന്റെ ഹൃദയഭാഗത്തുണ്ടായത്. കൈവശമുണ്ടായിരുന്ന 19 ഡിവിഷനുകൾ 15ആയി കുറഞ്ഞു. കോർപ്പറേഷൻ അഴിമതികൾ ആരോപിച്ച് CPM നടത്തിയ പ്രചാരണം തീരെ ഫലിച്ചില്ല. 2020-ൽ ഒരു ഡിവിഷനിൽ മാത്രം ജയിച്ച NDA ഇത്തവണ ജയിച്ചു കയറിയത് 4 ഡിവിഷനുകളിൽ. 2 UDF ഡിവിഷനുകളും ഒരു LDF ഡിവിഷനും BJP പിടിച്ചെടുത്തു. അറയ്ക്കൽ ഡിവിഷൻ UDFൽ നിന്ന് പിടിച്ചെടുത്ത് SDPIയും കോർപ്പറേഷനിൽ അക്കൗണ്ട് തുറന്നു. മുഹമ്മദ് റഹീസ്, 24 കണ്ണൂർ. പത്തനംതിട്ടയിൽ ഇടതുകോട്ടയിലും BJP ശക്തി കേന്ദ്രങ്ങളിലും ബഹുദൂരം മുന്നിലെത്താൻ UDFനായി. മുനിസിപ്പാലിറ്റികളിൽ 3 UDF ഭരണം പിടിച്ചു. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും UDF നടത്തിയത് അസാമാന്യ തിരിച്ചുവരവാണ്. ഗ്രാമപഞ്ചായത്തുകളിലും UDFന് പിടിച്ചുകെട്ടാൻ LDFന് കഴിഞ്ഞില്ല. താഴെ തട്ടു മുതൽ ഐക്യത്തോടെ ജില്ലയിൽ പ്രചരണം നടത്തിയതിന്റെ ഫലം UDFന് തിരിച്ചുകിട്ടി. പത്തനംതിട്ട ജില്ലയുടെ നഗര ഗ്രാമ മേഖലകളിൽ UDF വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയം രുചിച്ചു. 4 മുനിസിപ്പാലിറ്റികളിൽ പന്തളമൊഴികെ 3 UDF അധികാരം പിടിച്ചു. തിരുവല്ല മുനിസിപ്പാലിറ്റി ഭരണം നിലനിർത്തിയപ്പോൾ പത്തനംതിട്ടയിലും അടൂരിലും ഇടതുമുന്നണിയെ മറികടന്നു. തിരുവല്ലയിൽ 39 വാർഡുകളിൽ 18 UDF ജയിച്ചു. 33 വാർഡുള്ള പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ മാജിക് നമ്പറായ 17ലേക്ക് UDF എത്തി. അടൂരിൽ 29 വാർഡുകളിൽ 16 ജയിച്ച് ഇടതുകോട്ട UDF പൊളിച്ചു. പന്തളം മുനിസിപ്പാലിറ്റിയിൽ ശക്തി കാണിക്കാൻ LDFന് കഴിഞ്ഞു. 14 സീറ്റുമായി വലിയ ഒറ്റകക്ഷിയാണ് LDF. UDF 11 സീറ്റ് പിടിച്ചപ്പോൾ ഭരണത്തിലിരുന്ന BJP 9 സീറ്റുമായി മൂന്നാമതായി. 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 7 UDF തിരിച്ചുവന്നു. കഴിഞ്ഞ തവണ 2 സീറ്റ് മാത്രം ഉണ്ടായിരുന്നിടത്തു നിന്നാണ് ഇക്കുറി UDFന്റെ തിരിച്ചുവരവ്. ബ്ലോക്കിൽ UDFനെ കൈവിട്ടത് കോന്നി മാത്രം. ജില്ലാ പഞ്ചായത്ത് 17 ഡിവിഷനുകളിൽ 12 വിജയിച്ച് UDF കരുത്തുകാട്ടി. LDF 5-ഒതുങ്ങി. ഗ്രാമപഞ്ചായത്തുകളിൽ 34 UDFന്റെ തേരോട്ടം. LDF 11 സ്ഥലങ്ങളിലും BJP 4 വാർഡുകളിലും ജയിച്ചു. 24 പത്തനംതിട്ട. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ തീരുന്നില്ല. ചെറിയൊരിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. വാർത്താസന്ധ്യ തുടരുന്നു. 3ാം തവണയും ഭരണം പിടിക്കാൻ ലക്ഷ്യമിട്ടിറങ്ങിയ BJPക്ക് ഇത്തവണ പാലക്കാട് നഗരസഭയിൽ കാലിടറി. കേവല ഭൂരിപക്ഷം തികയ്ക്കാനാവാതെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP ഒതുങ്ങി. സ്വതന്ത്രരുടെ പിന്തുണ നേടി BJPയെ താഴെ ഇറക്കാനാണ് LDF UDF നീക്കം. 4 സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടതോടെ കേവല ഭൂരിപക്ഷം നേടാനാകാതെ 25 വാർഡുകൾ നേടി BJP നഗരസഭയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഒതുങ്ങി. കഴിഞ്ഞ തവണത്തേക്കാൾ 3 സീറ്റ് കുറവ്. വിഭാഗീയതയും തർക്കങ്ങളും അതിജീവിച്ച് BJP ട്രഷറർ E. കൃഷ്ണദാസ് ഉൾപ്പെടെ മിന്നും ഭൂരിപക്ഷത്തിൽ ജയിച്ചെങ്കിലും നഗരസഭ ആര് ഭരിക്കുമെന്നത് ഇനി കണ്ടറിയണം. സ്വതന്ത്ര പിന്തുണച്ചാൽ ഭരണത്തുടർച്ചയുണ്ടാകുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. BJPക്ക് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് UDFനേക്കാൾ 8 സീറ്റ് അധികമുണ്ട്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടാണ് ജനവിധി. ആ ജനവിധി അട്ടിമറിക്കാൻ UDFും LDFും ശ്രമിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്നാൽ 18 സീറ്റുമായി UDFും 9 സീറ്റുമായി LDFും നില മെച്ചപ്പെടുത്തിയതോടെ അണിയറയിൽ നഗരസഭാ ഭരണത്തിനുള്ള കരുനീക്കങ്ങൾ തുടങ്ങി. 48ാം വാർഡിൽ നിന്ന് ജയിച്ച കോൺഗ്രസ് വിമതൻ H. റഷീദിനെ അധ്യക്ഷനാക്കി BJPയെ തടയാനാണ് LDF നീക്കം. കഴിഞ്ഞ പ്രാവശ്യം BJP കിട്ടിയ സീറ്റ് കിട്ടിയില്ലെന്ന് മാത്രമല്ല, കനത്ത തിരിച്ചടിയാണ് BJPക്ക് പാലക്കാട് നഗരസഭയിലെ ജനങ്ങൾ നൽകിയത്. കേവല ഭൂരിപക്ഷം ഇല്ല. അവർക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് ജനവിധി മാനിച്ചുകൊണ്ട് BJP ഭരണത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് ഉചിതം. മതേതര മുന്നണിക്ക് വേണ്ടി സഹകരിക്കുമെന്ന് H. റഷീദും വ്യക്തമാക്കി. എന്ത് ഓഫർ തന്നാലും BJPയിലേക്കില്ലെന്നും റഷീദ്. ഞാൻ അങ്ങനെ ജനത്തിനോട് ചെയർമാൻ പദവി ഒന്നല്ല, ഞാൻ ഒരു സാധാരണ ഒരു കൗൺസിലിൽ നിന്ന് മാത്രം ആഗ്രഹിച്ചിറങ്ങിയ ആളാണ്. ഞാൻ യാദൃശ്യമായ ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് ജനത്തിനോട് എന്നും എപ്പോഴും ഏത് സമയത്തിനും മതേതര കക്ഷിക്ക് പിന്തുണ കൊടുക്കും. BJPയായിട്ട് ഞാൻ ഒരിക്കലും പിന്തുണ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ പിന്തുണ കൊടുക്കുകയില്ല. 24 പാലക്കാട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാനത്ത് UDFന് അനുകൂലമായപ്പോഴും കാസർഗോഡ് ജില്ലയിൽ LDFന് ആശ്വസിക്കാം.
ജില്ലാ പഞ്ചായത്തും നഗരസഭകളും ബ്ലോക്ക് പഞ്ചായത്തുകളും നിലനിർത്താൻ LDFനായി. ജില്ലാ പഞ്ചായത്തിലും കാഞ്ഞങ്ങാട് നഗരസഭയിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നെങ്കിലും അവസാന ഫലം LDFന് അനുകൂലമായിരുന്നു. ജില്ലയിലെ 5 പഞ്ചായത്തുകളിൽ ഒരു മുന്നണിക്കും ഭൂരിപക്ഷം നേടാനായില്ല. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തും കാഞ്ഞങ്ങാട് നീലേശ്വരം മുനിസിപ്പാലിറ്റികളും 4 ബ്ലോക്ക് പഞ്ചായത്തുകളും നിലനിർത്തിയതാണ് LDFന് ആകെയുള്ള ആശ്വാസം. 2020 തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രന്റെ പിന്തുണയോടെയാണ് LDF ജില്ലാ പഞ്ചായത്ത് ഭരിച്ചതെങ്കിൽ ഇത്തവണ സ്ഥിതി മാറി. കള്ളാർ, പുത്തികൈ, പിലിക്കോട്, ബേക്കൽ തുടങ്ങിയ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ കടുത്ത മത്സരം കാഴ്ചവെച്ചെങ്കിലും ആകെയുള്ള 18 സീറ്റിൽ 9 സീറ്റ് LDF നേടി. 2020 NDAക്കൊപ്പം നിന്ന പുത്തികൈ ജില്ലാ ഡിവിഷൻ ഇത്തവണ UDFനെ തുണച്ചു. UDFും LDFും തമ്മിൽ ശക്തമായ മത്സരം നടന്ന കാഞ്ഞങ്ങാട് നഗരസഭ LDF നിലനിർത്തി. കാഞ്ഞങ്ങാട്, കാസർഗോഡ് നഗരസഭകളിൽ NDAക്ക് 2 വീതം സീറ്റുകൾ നഷ്ടമായി. എന്നാൽ ജില്ലയിലെ 6 പഞ്ചായത്തുകളിൽ LDFന് ഭരണം നഷ്ടമായി. അതേസമയം 18 പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ച് UDF ജില്ലയിൽ കരുത്തുകാട്ടി. UDFിൽ നിന്ന് കുമ്പടാജെ പിടിച്ചെടുത്തതോടെ 3 പഞ്ചായത്തുകൾ NDAക്കൊപ്പം നിന്നു. BJPക്ക് മേൽക്കൈയുള്ള ബെള്ളൂർ ഉൾപ്പെടെ പുല്ലൂർ പെരിയ, പുത്തികൈ, ബദിയടുക്ക എന്നിവിടങ്ങളിൽ ഭരണം ആർക്കെന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. 24 കാസർഗോഡ്. മലപ്പുറം ജില്ലയിൽ UDFന്റെ സർവാധിപത്യം. ജില്ലാ പഞ്ചായത്തിൽ മുഴുവൻ സീറ്റിലും വെന്നിക്കൊടി പാറിച്ചു. മുനിസിപ്പാലിറ്റിയിൽ 12-ൽ 11 ബ്ലോക്ക് പഞ്ചായത്തിൽ 15-ൽ 14 മുസ്ലിം ലീഗ് വിജയിച്ചു. 94 പഞ്ചായത്തുകളിൽ 90 UDFനാണ് വിജയം. പൊന്മുണ്ടത്ത് CPIM-ഉം കോൺഗ്രസും ചേർന്ന ജനകീയ മുന്നണി അധികാരത്തിലേക്കെത്തി. നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ 12-ൽ 11 ബ്ലോക്ക് പഞ്ചായത്തിൽ 15-ൽ 14 UDFനാണ് വിജയം. മലപ്പുറത്ത് കനൽ ഒരു തരി പോലും അവശേഷിപ്പിക്കാതെയാണ് UDF തേരോട്ടം. പതിറ്റാണ്ടുകളായി LDFന്റെ കൈവശമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും കടന്നുകയറി. 3 പതിറ്റാണ്ടിലേറെ LDF ഭരിച്ച പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തു. കഴിഞ്ഞ തവണ LDFനൊപ്പം നിന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും UDF പാളയത്തിൽ തിരികെ എത്തി. 12 മുനിസിപ്പാലിറ്റികളിൽ LDF ജയിച്ചത് പൊന്നാനിയിൽ മാത്രം. ജില്ലാ പഞ്ചായത്തിൽ UDFന്റെ സർവാധിപത്യമാണ്. 33 ഡിവിഷനിലും വിജയിച്ചു. കഴിഞ്ഞ തവണ 5 ഡിവിഷനിൽ വിജയിച്ച LDFന് നിലം തൊടാനായില്ല. ബ്ലോക്ക് പഞ്ചായത്തുകളിലും അത്ഭുതപ്പെടുത്തും പ്രകടനമാണ് UDFന്റേത്. കഴിഞ്ഞ തവണ LDF വിജയിച്ച തിരൂർ, പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തുകൾ പിടിച്ചെടുത്തു. പൊന്നാനിയിൽ ഇരു മുന്നണികളും 7 സീറ്റുകൾ വീതം നേടി ഒപ്പത്തിനൊപ്പം. 5 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDFന് ഒരു സീറ്റ് പോലും നേടാനായില്ല. 94 ഗ്രാമപഞ്ചായത്തുകളിൽ 90 UDF. LDFനൊപ്പം നിന്നത് 3 പഞ്ചായത്തുകൾ മാത്രം. ഇത് സെമി ഫൈനലെന്ന് മുസ്ലിം ലീഗ്. മലപ്പുറത്ത് അഭൂതപൂർവമായിട്ടുള്ള വിജയമാണ്. ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ലാത്ത വിജയമാണ് മലപ്പുറത്ത് ഉണ്ടായിട്ടുള്ളത്. ഈ ജനവിധി എന്നുള്ളത് അത് നേരിട്ട് പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അതായത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക്. അവിടെ ഒരു അധികാര കൈമാറ്റം അനിവാര്യമാണ്. കഴിഞ്ഞ തവണ ജയിച്ച 24 പഞ്ചായത്തുകളിൽ ഒന്നുപോലും നിലനിർത്താൻ LDFനായില്ല. ഇത്തവണ ജയിച്ച നിറമരുതൂർ, വാഴയൂർ, വെളിയങ്കോട് എന്നീ പഞ്ചായത്തുകൾ UDFിൽ നിന്ന് പിടിച്ചെടുത്തത്. നിർണായകമാകുമെന്ന് കരുതിയ അൻവറിന്റെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് ഒരു ചലനവും സൃഷ്ടിച്ചില്ല. കരുളായി പഞ്ചായത്തിൽ 1 വാർഡിൽ മാത്രമാണ് ജയിച്ചത്. വഴിക്കടവിൽ 8 സീറ്റിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ 5 സീറ്റിലും മത്സരിച്ചെങ്കിലും തൃണമൂൽ തോറ്റു. പതിവ് പോലെ താനൂർ മുനിസിപ്പാലിറ്റിയിൽ BJP പ്രതിപക്ഷമാകും. അതേസമയം ലീഗും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടിയ പൊന്മുണ്ടം പഞ്ചായത്തിൽ ലീഗിന് ഭരണം നഷ്ടമായി. 15 വർഷം നീണ്ടുനിന്ന ലീഗ് ഭരണം കോൺഗ്രസും CPM-ഉം ചേർന്ന ജനകീയ മുന്നണിയാണ് അവസാനിപ്പിച്ചത്. വലിയ വിജയത്തിനിടയിലും ഇത് UDFന് അപവാദമാകും. 24 മലപ്പുറം. വയനാട് UDFന് നൽകിയത് മിന്നും ജയം. 23-ൽ 17 ഗ്രാമപഞ്ചായത്തുകളും 3-ൽ 2 നഗരസഭകളും 4-ൽ 4 ബ്ലോക്ക് പഞ്ചായത്തുകളും UDF നേടി. 17-ൽ 15 ജില്ലാ പഞ്ചായത്ത് സീറ്റുകളും നേടി. ആധികാരിക വിജയമാണ് വയനാട്ടിൽ UDFനുണ്ടായിരിക്കുന്നത്. കൽപ്പറ്റ നഗരസഭ പിടിച്ചെടുത്തത് LDFന് നേട്ടമായപ്പോൾ BJPയും നില മെച്ചപ്പെടുത്തി. അമ്പലവയൽ, പൊഴുതന, വെള്ളമുണ്ട, തൊണ്ടർനാട്, വൈത്തിരി, വെങ്ങപ്പള്ളി പഞ്ചായത്തുകൾ LDFിൽ നിന്നും പിടിച്ചെടുത്തു UDF. നേടിയത്
17 പഞ്ചായത്തുകളുടെ ഭരണം. മീനങ്ങാടിയും മൂപ്പൈനാടും മുട്ടിലും പുൽപ്പള്ളിയും LDF UDFിൽ നിന്നും പിടിച്ചു. UDFിന്റെ കൈവശമുണ്ടായിരുന്ന പൂതാടി നറുക്കെടുപ്പിലൂടെ ഭരണം നിശ്ചയിക്കും. കൽപ്പറ്റ LDF പിടിച്ചപ്പോൾ സുൽത്താൻ ബത്തേരി നഗരസഭ UDF പിടിച്ചെടുത്തു. മാനന്തവാടി നിലനിർത്തി UDF. 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലും വിജയം UDFിന്. ജില്ലാ പഞ്ചായത്തിൽ 15 സീറ്റുകൾ UDF നേടിയപ്പോൾ LDFിന് ആശ്വാസ വിജയം നൽകിയത് മീനങ്ങാടിയും തിരുനെല്ലിയും മാത്രം. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് കോൺഗ്രസ്. ഈ ആധികാരിക വിജയത്തിന്റെ കരുത്തിൽ 3 നിയമസഭാ മണ്ഡലങ്ങളും വിജയിക്കാനാകുമെന്ന പ്രത്യാശ UDFിന്. വയനാട് ജില്ലയിൽ UDFിന് തിളക്കമാർന്ന വിജയം സമ്മാനിച്ച മുഴുവൻ ജനങ്ങളോടും UDFിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. വയനാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയധികം ഭൂരിപക്ഷത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇതിനു മുമ്പ് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ കോൺഗ്രസ് വിമതൻ ബിനു ജേക്കബിനോട് തോറ്റത് വലിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ. മുട്ടിൽ പഞ്ചായത്ത് പറളിക്കുന്ന് വാർഡിൽ വിമതനായി മത്സരിച്ച യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം സെക്രട്ടറി KP സുഹൈലും വിജയിച്ചു. ദുരന്തബാധിത മേഖലകളിൽ LDFിനാണ് വിജയം. ചൂരൽമലയിൽ നിന്ന് KK സഹദ്, അട്ടമലയിൽ നിന്ന് ഷൈജ ബേബി എന്നിവർ ജയിച്ചു. തിരുനെല്ലി ചേലൂർ വാർഡിൽ CPI സ്ഥാനാർത്ഥിക്കെതിരെ CPIM വിമത പുഷ്പ വിജയിച്ചു. നേരത്തെ 13 സീറ്റുകളുണ്ടായിരുന്ന BJP 23 സീറ്റുകൾ നേടിയാണ് മുന്നേറ്റമുണ്ടാക്കിയത്. ഇടതുകോട്ടയായ തിരുനെല്ലിയിൽ 1 വാർഡും കൽപ്പറ്റ നഗരസഭയിൽ 2 സീറ്റും വിജയിച്ചതിൽ ഉൾപ്പെടും. മുള്ളൻകൊല്ലി പഞ്ചായത്ത് 16 വാർഡിൽ ആം ആദ്മി പാർട്ടി സിനി ആന്റണി എന്ന സ്ഥാനാർത്ഥിയിലൂടെ അക്കൗണ്ട് തുറന്നത് മറ്റൊരു ചരിത്രം. 24 വയനാട്. ഇടുക്കി ജില്ലയിൽ UDFിന് സമഗ്രാധിപത്യം. ജില്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റികളും ഉൾപ്പെടെ UDF തൂത്തുവാരി. മത്സരിച്ച ഭൂരിഭാഗം സീറ്റുകളിലും കേരള കോൺഗ്രസ് എമ്മിന് അടിപതറി. തൊടുപുഴ നഗരസഭയിൽ NDA പ്രധാന പ്രതിപക്ഷമായി. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ ജില്ലാ പഞ്ചായത്ത് 17-ൽ 14 ഡിവിഷനുകളും ജയിച്ചാണ് UDF വെന്നിക്കൊടി പാറിച്ചത്. തൊടുപുഴ നഗരസഭയിൽ 38 വാർഡിൽ 21 വാർഡുകളിൽ UDF വിജയിച്ചപ്പോൾ NDA നില വീണ്ടും മെച്ചപ്പെടുത്തി. 9 വാർഡുകൾ ജയിച്ച് മുഖ്യ പ്രതിപക്ഷമായി. LDFിന് 6 വാർഡുകൾ മാത്രമാണ് ജയിക്കാനായത്. കട്ടപ്പന നഗരസഭയിൽ 35 വാർഡുകളിൽ 20 UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചപ്പോൾ 13 വാർഡുകൾ നേടി LDF നില മെച്ചപ്പെടുത്തി. കേരളത്തിലാകെ ഉണ്ടായിട്ടുള്ള ഒരു പരാജയം ഭരണവിരുദ്ധ വികാരമൊന്നും എത്തേണ്ട കാര്യമില്ല. വന്നത് എന്താണെന്ന് പരിശോധിക്കും. പരിശോധന അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് സാധാരണ ഒരു തിരിച്ചടി ഉണ്ടായാൽ അതിൻ്റെ വസ്തുത പരിശോധിക്കപ്പെടുകയും ആ പരിശോധന അടിസ്ഥാനത്തിൽ തിരിച്ചുവരവിന് വേണ്ടി ആവശ്യമായ പ്രവർത്തനം നടത്തുകയും ചെയ്യും. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, KPCC ജനറൽ സെക്രട്ടറി നിഷ സോമൻ എന്നിവർ നഗരസഭകളിൽ വിജയിച്ചു. പ്രതീക്ഷിച്ച വിജയമാണ്. അതുക്കും മേലെയാണ്. ഇത് കഴിഞ്ഞ 5 വർഷമായി അടുക്കും ചുറ്റയോടും കൂടി ഉണ്ടായിരുന്ന സംഘടനാ പ്രവർത്തനത്തിന് ജനങ്ങൾ നൽകിയ അംഗീകാരമായിട്ടാണ് ഇടുക്കിയിൽ ഞങ്ങൾ കാണുന്നത്. സംസ്ഥാന ഗവൺമെന്റിന് എതിരെയുള്ള ദുർഭരണത്തിന്റെ ജനങ്ങളുടെ ഒടുങ്ങാത്ത പ്രതികാരത്തിന്റെ ദാഹമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിലൂടെ ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. 8 ബ്ലോക്ക് പഞ്ചായത്തിൽ ദേവികുളം ഒഴികെ 7 എണ്ണത്തിലും UDFിന്റെ തകർപ്പൻ ജയം. 52 ഗ്രാമപഞ്ചായത്തുകളിൽ 36 എണ്ണത്തിലും UDF തേരോട്ടമാണുണ്ടായത്. 11 ഇടങ്ങളിൽ മാത്രമാണ് LDF മേൽക്കൈ. സംസ്ഥാനത്തെ ഏക വാർഡ് ആം ആദ്മി പാർട്ടി നിലനിർത്തി. കരിങ്കുന്നം പഞ്ചായത്തിലെ 13-ാം വാർഡിൽ ബീന കുര്യനാണ് വിജയിച്ചത്. മണക്കാട് പഞ്ചായത്തിൽ 2020 സാന്നിധ്യം അറിയിച്ചു. 24 ഇടുക്കി. ഇടുക്കി ജില്ലയിലെ തകർപ്പൻ വിജയത്തിനിടയിലും മുൻ MLA EM അഗസ്തിയുടെ പരാജയം UDFിന് നാണക്കേടായി. കട്ടപ്പന നഗരസഭയിലെ 22-ാം വാർഡിൽ നിന്നും 59 വോട്ടുകൾക്കാണ് EM അഗസ്തി പരാജയപ്പെട്ടത്. ജനവിധിക്ക് പിന്നാലെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നതായി EM അഗസ്തി ഫേസ്ബുക്കിൽ കുറിച്ചു. സ്ഥാനാർത്ഥികളും കൗണ്ടിംഗ് ഏജന്റുമാരും വാർഡുകളിലെ സ്ഥാനാർത്ഥികളും കൗണ്ടിംഗ് ഏജന്റുമാരും. കോൺഗ്രസ് പാർട്ടിയിൽ ഇടുക്കിയിലെ മുതിർന്ന നേതാക്കളിൽ പ്രധാനിയാണ് EM അഗസ്തി. 1978-ൽ കട്ടപ്പന പഞ്ചായത്ത് അംഗം, 91-ലും 96-ലും ഉടുമ്പൻചോല MLA, 2001-ൽ പീരുമേട് MLA, നിലവിൽ AICC അംഗം. ഈ പോരാട്ട പാരമ്പര്യവുമായിട്ടാണ് കട്ടപ്പന നഗരസഭയിൽ ചെയർമാൻ സ്ഥാനാർത്ഥിയായി EM അഗസ്തി അംഗത്തിനിറങ്ങിയത്. എന്നാൽ ഫലം വന്നപ്പോൾ 59 വോട്ടിന് LDFിലെ CR മുരളിയോട് പരാജയപ്പെട്ടു. സ്ഥാനാർത്ഥികളും കൗണ്ടിംഗ് ഏജന്റുമാരും പോസ്റ്റൽ വോട്ടുകൾ കൗണ്ട് ചെയ്യുന്നതിനായി
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം മണിയോട് 38,000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെട്ടതോടെ വേളാങ്കണ്ണിയിൽ പോയി അഗസ്തി തല മൊട്ടയടിച്ചിരുന്നു. ഒടുവിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ തോൽവിയോടെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാനാണ് EM അഗസ്തിയുടെ തീരുമാനം. 24 ഇടുക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അംഗത്തിനിറങ്ങിയ 6 മുൻ MLA-മാരിൽ 4 പേർക്കും വിജയം. പാലക്കാട്ട് പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിൽ AV ഗോപിനാഥും ഇടുക്കി കട്ടപ്പനയിൽ അല്പം മുമ്പ് കണ്ടതുപോലെ EM അഗസ്തിയും പരാജയപ്പെട്ടു. പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ ആസ്ഥാനങ്ങൾ സ്ഥിതി ചെയ്യുന്നിടത്ത് അതത് മുന്നണി സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് ശ്രദ്ധേയമായി. ഇപ്പോൾ CPIM ജനറൽ സെക്രട്ടറി MA ബേബി മാധ്യമപ്രവർത്തകരെ കാണുകയാണ്. നേരത്തെ പറഞ്ഞ വാർത്തയിലേക്ക് തിരിച്ചെത്താം MA ബേബിയുടെ പ്രതികരണത്തിന് ശേഷം. ഇത് വലിയൊരു പരിധിയോളം അപ്രതീക്ഷിതമായൊരു വിധിയെഴുത്താണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലുണ്ടായത്. എന്നാൽ കേരളത്തിൽ LDFിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പരാജയമാണ് ഇതെന്ന് പറയാൻ കഴിയില്ല. അതിൻ്റെ കണക്കുകളെല്ലാം നിങ്ങൾക്കതിനറിയാമായിരിക്കും. ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് രാഷ്ട്രീയമായി ജനങ്ങളുടെ വിലയിരുത്തൽ കൂടുതലും വരുന്നത് ജില്ലാ പഞ്ചായത്ത് വാർഡുകളുടെ കാര്യത്തിലാണ്. അവിടെ LDFും UDFും അവസാനം കിട്ടിയ വിവരമനുസരിച്ച് ഏതാണ്ട് സമാസമമാണ്. എന്നാൽ മറ്റെല്ലാ തലങ്ങളിലും ഗ്രാമപഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിലും കോർപ്പറേഷൻ്റെ കാര്യത്തിലുമെല്ലാം UDF വളരെ മുന്നിലായിട്ടുണ്ട്. ഇതിൽ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും പരിശോധിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു റിസൾട്ട് ഉണ്ടായി? ആ പരിശോധനയിൽ ജനങ്ങൾക്ക് ഒരു വിഭാഗം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാതെ മറ്റു പാർട്ടികൾക്കോ മുന്നണികൾക്കോ വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അത് എത്രത്തോളം ഉണ്ടായി, അതിൻ്റെ കാരണങ്ങൾ എന്താണ്, ഇത് പാർട്ടിക്ക് പഠിക്കേണ്ടതുണ്ട്, LDFിന് പഠിക്കേണ്ടതുണ്ട്. ജനങ്ങളിൽ നിന്ന് പഠിച്ച് എന്ത് കാരണത്താലാണ് പാർട്ടിയെയും LDFിനെയും കുറേ ജനങ്ങൾ അനുകൂലിക്കാതെ മറ്റൊരു രാഷ്ട്രീയ നിലപാടിലേക്ക് പോയത് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിൽ ഞങ്ങൾ തിരുത്തേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് കണ്ടാൽ അത്തരത്തിലുള്ള തിരുത്തൽ വരുത്താൻ പാർട്ടിയും LDFും ഗവൺമെൻറ്റും ആവശ്യമായിട്ടുള്ള നടപടികളെടുക്കും. അത് ഞാൻ കേട്ടു. അത് തികച്ചും അനുചിതമായ ഒരു പ്രസ്താവനയാണ്. ക്ഷേമ പെൻഷനും അത്തരം ആനുകൂല്യങ്ങളെന്ന് പറയുന്നതൊന്നും ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു ഔദാര്യമല്ല, ജനങ്ങളുടെ അവകാശങ്ങളാണ്. ആ സമീപനമാണ് CPMും ഇടതുപക്ഷവും എന്നും പിന്തുടർന്ന് പോന്നിട്ടുള്ളത്. അതിന് നിരക്കാത്ത അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം സഖാവ് മണിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഒരു പിശകാണ്. അദ്ദേഹം തിരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. CPM നേതാവ് MM മണിയെ തള്ളി ജനറൽ സെക്രട്ടറി MA ബേബി. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ MM മണി നടത്തിയ പരാമർശം തികച്ചും അനുചിതമാണ്, അത് തിരുത്തേണ്ടതാണ്. ക്ഷേമ പെൻഷൻ എന്നത് ഔദാര്യമല്ല, അവകാശമാണ് എന്നാണ് CPIM ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. MA ബേബിയുടെ പ്രതികരണമാണ് പ്രേക്ഷകർ കണ്ടത്. നേരത്തെ പറഞ്ഞ ആ വാർത്തയിലേക്ക് തിരികെ പോകാം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ടായിരുന്ന മുൻ MLA-മാരുടെ ജയപരാജയത്തെക്കുറിച്ചുള്ള ആ വാർത്ത കാണാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ KS ശബരിനാഥൻ, കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ CPയുടെ ഡോക്ടർ R ലതാദേവി, തൃശൂർ അടാട്ട് പഞ്ചായത്തിൽ അനിൽ അക്കര, പത്തനംതിട്ട മെഴുവേലി പഞ്ചായത്തിൽ KC രാജഗോപാൽ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങി വിജയിച്ച മുൻ MLA-മാർ ഇവർ. ശബരിനാഥിന്റെയും KC രാജഗോപാലിന്റെയും മുന്നണികൾ തോറ്റു. മുൻ MLA അനിൽ അക്കര വീണ്ടും അഡാട്ടിന്റെ പ്രസിഡന്റാകും. പാലക്കാട് പെരിങ്ങോട്ടുകുറിശിയിൽ കോൺഗ്രസ് മുൻ MLA-യും പിന്നീട് വിമതനുമായ AV ഗോപിനാഥ് പരാജയപ്പെട്ടു. CPIMുമായി സഹകരിച്ചിട്ടും പഞ്ചായത്തിൽ ഭരണം തുടരാൻ ഗോപിനാഥിനും അനുയായികൾക്കും കഴിഞ്ഞില്ല. കട്ടപ്പനയിൽ തോറ്റ ഇടുക്കിയിലെ കോൺഗ്രസിന്റെ പ്രധാന നേതാവ് EM അഗസ്തി രാഷ്ട്രീയം തന്നെ വിടുന്നെന്ന് പ്രഖ്യാപിച്ചു. വടക്കൻ പറവൂരിൽ മുൻമന്ത്രി S ശർമ്മയുടെ ഭാര്യ ആശയും തൃപ്പൂണിത്തുറ നഗരസഭയിൽ
മുൻമന്ത്രി ടി കെ രാമകൃഷ്ണന്റെ മകൻ യതീന്ദ്രനും ഇടത് സ്ഥാനാർത്ഥികളായി നിന്ന് തോറ്റു. AKG സെന്ററും BJP സംസ്ഥാന കാര്യാലയവും സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ UDF ആണ് ജയിച്ചത്. എന്നാൽ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവൻ സ്ഥിതി ചെയ്യുന്ന ശാസ്തമംഗലത്ത് ജയിച്ചത് BJP. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാർഡിൽ ജയിച്ചത് BJP. മന്ത്രിമാരായ VN വാസവൻ, P രാജീവ്, KN ബാലഗോപാൽ തുടങ്ങിയവരുടെ വാർഡുകളിൽ UDF വിജയിച്ചു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ കണ്ണൂർ പായം പഞ്ചായത്തിലെ 14-ാം വാർഡിൽ ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ് വിജയിച്ചു. പാലായിൽ ജോസ് കെ മാണിയുടെ വാർഡിൽ UDF-നും മാണി സി കാപ്പന്റെ വാർഡിൽ LDF-നും വിജയം. LDF ഘടകകക്ഷി RJD-യുടെ സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയംസ് കുമാറിന്റെ പുളിയാർമല വാർഡിൽ BJP ആണ് ജയിച്ചത്. ന്യൂസ് ഡെസ്ക് 24. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത, കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ 2 ഡിവിഷനുകളിൽ റീകൗണ്ടിംഗ്. പുത്തികെ, ബേക്കൽ ഡിവിഷനുകളിലാണ് റീകൗണ്ടിംഗ് നടത്തുന്നത്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ ചേരുന്നു. അരുൺ പാറക്കൽ, എന്താണ് ഈ 2 ഡിവിഷനുകളിലും റീകൗണ്ടിങ്ങിലേക്ക് പോകുന്നതിനിടയാക്കിയ സാഹചര്യം? കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ഏവരും ഉറ്റുനോക്കിയതായിരുന്നു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഫലം. കഴിഞ്ഞ തവണ ബലാബലം വന്ന പഞ്ചായത്തിൽ സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടി LDF ഭരിക്കുകയായിരുന്നു. ഇത്തവണ ശക്തമായ മത്സരം പല ഡിവിഷനുകളിലും ഉണ്ടായി. പ്രത്യേകിച്ച് പുത്തിക ഡിവിഷൻ NDAയുടെ കൈവശമുണ്ടായിരുന്ന ഡിവിഷനായിരുന്നു. ഈ പുത്തിക ഡിവിഷനിൽ ഇത്തവണ UDF ആ ഡിവിഷൻ എടുത്തു. അങ്ങനെയാണ് അവിടുത്തെ NDA സ്ഥാനാർത്ഥി റീകൗണ്ടിംഗ് ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ ബേക്കൽ എന്ന് പറയുന്നത് പുതിയ ഡിവിഷനാണ്. ഈ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള പുതിയ ഡിവിഷനായിരുന്നു ബേക്കൽ. ബേക്കൽ ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. അവിടെ UDF ആണ് റീകൗണ്ടിംഗ് ആവശ്യപ്പെട്ടത്. നിലവിലെ വന്ന ഫലമനുസരിച്ച് 9 LDF-നും 8 UDF-നും 1 NDA-ക്കുമായിരുന്നു. പക്ഷേ റീകൗണ്ടിംഗ് ആവശ്യപ്പെട്ടതോടുകൂടി ഫലം റദ്ദാക്കിയിട്ടുണ്ട്. 15-ാം തീയതിയാണ് റീകൗണ്ടിംഗ് നടക്കുക. ദിലീപ് കുമാർ. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ 2 ഡിവിഷനുകളിൽ റീകൗണ്ടിംഗ് നടക്കും. പുത്തികെ, ബേക്കൽ ഡിവിഷനുകളിലാണ് റീകൗണ്ടിംഗ്. പുത്തികയിലും ബേക്കലിലും LDF സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. പുത്തികയിൽ NDA സ്ഥാനാർത്ഥിയും ബേക്കലിൽ UDF സ്ഥാനാർത്ഥിയുമാണ് റീകൗണ്ടിംഗ് ആവശ്യപ്പെട്ടത്. 15-ാം തീയതി വീണ്ടും ഈ ഡിവിഷനുകളിലേക്കുള്ള വോട്ടെണ്ണൽ നടക്കും. ഇതോടെ വാർത്താസന്ധ്യ അവസാനിക്കുന്നു. ഇനി N24-ന്റെ സജീവ സംവാദ പരിപാടിയായ എൻകൗണ്ടറുമായി KR ഗോപികൃഷ്ണൻ.